وبركاته. الحمد لله كفى والسلام على عباده الذين اصطفى أما بعد. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ സാഹിബ് ഉദ്ഘാടന പ്രസംഗം നടത്തിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ജിന്ന, സ്റ്റേജിലുള്ള എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകരെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ ജന്മദിനാഘോഷം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ നമ്മളോടൊപ്പം കൂട്ടാനുള്ള ഒരു സന്ദേശമായി നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ പ്രസ്ഥാനം ഇത് കാലഘട്ടത്തിന്റെ പ്രസ്ഥാനമാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ വിളിക്ക് ഉത്തരം എന്ന നിലയിലുള്ള ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ജാതി മത ഭേദമന്യേ പ്രയാസമനുഭവിക്കുന്നവനെ, പീഡനമനുഭവിക്കുന്നവനെ, മർദ്ദനമനുഭവിക്കുന്നവനെ സഹായിക്കാൻ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടുവന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങൾക്കറിയാം. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ والمستضعفين من الرجال والنساء والولدان. ബലഹീനരായ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വിളിച്ചു പറയുന്നു, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറയത്തി ളാലിമി അഹ്ലുഹാ. അല്ലാഹുവേ, ഈ അക്രമികൾ ഞങ്ങൾക്ക് മോചനം താ, ഞങ്ങൾക്കൊരു സംരക്ഷകനെത്താ, ഒരു സഹായിയെത്താ എന്ന് പറയുമ്പോ ഇതാ ഞങ്ങൾ സഹായികളായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി നാം ഇതാ വന്നിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ ഉത്തരം, ഈ മറുപടി അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഈ മറുപടി പറഞ്ഞുകൊണ്ട് ഈ മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണമേകാൻ, സഹായം നൽകാൻ, അവരുടെ കൈപിടിച്ചുയർത്താൻ വേണ്ടി വന്ന നമ്മളെ തകർക്കാനോ തളർത്താനോ ഒരു ശക്തിക്കും ഈ ലോകത്ത് സാധിക്കുകയില്ല. ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചരിത്രമാണ്. ഒരുപക്ഷെ നമ്മളെ കരിനിയമങ്ങൾ ചാർത്തി ജയിലടയ്ക്കാൻ സാധിച്ചേക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ മർദ്ദന പീഡനങ്ങൾക്കിരയാക്കാൻ സാധിച്ചേക്കും. അതുമല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് രക്തസാക്ഷികളാക്കാൻ സാധിച്ചേക്കും. ഞങ്ങൾ ആ രക്തസാക്ഷ്യം കൊതിക്കുന്നവരാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രക്തസാക്ഷ്യം കൊതിക്കുന്നവരാണ്. ഞങ്ങൾ നിങ്ങളുടെ മർദ്ദനങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, നേരിടാൻ തയ്യാറാണ്. നിങ്ങളുടെ കാരിരുമ്പുകൾ, ഇരുമ്പഴികൾ കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എങ്കിലും നമ്മുടെ രാജ്യത്തെ മർദ്ദിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മർദ്ദനം ഞങ്ങൾ സഹിക്കുകയില്ല എന്ന് നിങ്ങളോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നമ്മുടെ രാജ്യത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ, ജാതി മതഭേദമന്യേ മുഴുവൻ ജനങ്ങൾക്കും ഒരു സന്ദേശം നൽകാൻ വേണ്ടിയായിരിക്കണം നിങ്ങൾ ഈ മൈതാനം വിട്ട് തിരിച്ചു പോകേണ്ടത്. കേരളത്തിലെ 7 ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ജനം നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഞങ്ങൾ ഇന്ത്യയുടെ ശാക്തീകരണത്തിന് വേണ്ടി, മർദ്ദിത ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി, ഇന്ത്യയിൽ നീതി പുലരുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാളോടും അനീതി കാണിക്കാത്ത ഒരു ഇന്ത്യ, തുല്യ നീതി പുലരുന്ന ഒരു ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന മഹത്തായ സന്ദേശം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. അതിനാണ് നിങ്ങൾ ഈ സമ്മേളന നഗരി വിട്ടുപോകുമ്പോൾ പ്രധാനമായി നിർവഹിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗത്ത് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ രാജ്യത്തിന്റെ അധികാരം കൈയാളുകയാണ്. രാജ്യത്ത് നമ്മുടെ മുൻഗാമികളും നേതാക്കന്മാരും രാജ്യത്തെ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യുമ്പോൾ ഇവർ അണ്ടർഗ്രൗണ്ടിലിരുന്ന് അവരുമായി സന്ധി ചെയ്യുകയായിരുന്നു, അവർക്ക് ചാരപ്പണി ചെയ്യുകയായിരുന്നു.
പിന്നീട് നമ്മുടെ രാജ്യം നാം തിരിച്ചു പിടിച്ചപ്പോൾ, നമ്മുടെ നാട് നമ്മൾ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആളുകൾ നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കുകയായിരുന്നു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ കൊന്നൊടുക്കുകയായിരുന്നു. പിന്നീട് അവർ വളർന്ന് അധികാരത്തിലേറിയപ്പോൾ നാം ഉണ്ടാക്കി വെച്ച ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും തകർക്കാനും രാജ്യത്തിന്റെ സമ്പത്ത് വിദേശ ശക്തികൾക്ക്, സമ്പന്ന വിഭാഗങ്ങൾക്ക് ഓഹരി വെച്ചു കൊടുക്കാൻ, വിൽക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഇവരെ ലേശം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ നാം നന്മയുടെ ശക്തികളാണ്, നാം നന്മയ്ക്ക് വേണ്ടി പൊരുതുന്നവരാണ്, നാം പ്രകാശത്തിന് വേണ്ടി പടപെടുന്നവരാണ്. ഈ ആളുകൾ ഈ രാജ്യത്തെ ഇരുളിലേക്ക് നയിക്കാൻ പടപെടുന്നവരാണ്. ഈ ആളുകൾ ഈ രാജ്യത്തെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ ആളുകൾ നമ്മുടെ മഹത്തായ ഇന്ത്യയെ വിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ലവലേശം ഈ ശക്തികളെ പേടിക്കേണ്ടതില്ല. ഇത് ഇരുളിന്റെ ശക്തികളാണ്, ഇത് പിശാചിന്റെ വക്താക്കളാണ്. ഇന്നമാ ദാലികും ശൈത്താനു യുഖവ്വിഫു ഔലിയാഹു വലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. ഇതാ സർവശക്തനായ അല്ലാഹു നമ്മളോട് പറയുന്നു, ഇന്നമാ ദാലികും ശൈത്താൻ, ഈ ഇരുളിന്റെ ശക്തികൾ പിശാചിന്റെ ആളുകളാണ്, പിശാചിന്റെ വക്താക്കളാണ്, പിശാചിന്റെ സംരക്ഷകരാണ്. ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു വലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ലവലേശം ഭയപ്പെടേണ്ടതില്ല. വലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അതുകൊണ്ട് ആ ശക്തികളെ തീരെ ഭയപ്പെടേണ്ടതില്ല. നമുക്കിവിടെ കേരളം മുതൽ ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെ ഇന്ത്യയുണ്ടോ, ലോകത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്ത് എവിടെയൊക്കെ മനുഷ്യരുണ്ടോ, എവിടെയൊക്കെ സംസ്ഥാനങ്ങളുണ്ടോ, അവിടെയൊക്കെ നമുക്ക് എത്തേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്താൽ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കഴിഞ്ഞ 20-25 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഏതാണ്ട് 20-ലേറെ സംസ്ഥാനങ്ങളിൽ ഈ സന്ദേശം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സുദിനത്തില് 20-ലേറെ സംസ്ഥാനങ്ങളിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന വസ്തുത നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കണം. അവിടെയൊക്കെ ഈ സന്ദേശം ഏറ്റെടുക്കാൻ ജാതി മതഭേദമന്യേ ആളുകൾ തയ്യാറായിട്ടുണ്ട്. അങ്ങ് മണിപ്പൂരിലും ആസാമിലും ബീഹാറിലും രാജസ്ഥാനിലും ഡൽഹിയിലും ബംഗാളിലും ഹരിയാനയിലും യുപിയിലും മധ്യപ്രദേശിലും അതുപോലെ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഗോവയിലും തമിഴ്നാട്ടിലും കർണാടകയൊക്കെ അൽഹംദുലില്ലാഹ് ഈ സന്ദേശം ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ ത്യാഗത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട്, സമർപ്പിക്കാൻ തയ്യാറായിട്ട്. എന്താ ഈ സമർപ്പണം, എന്താ ഈ ത്യാഗം? ഇത് മതത്തിന്റെ ഭാഗമാണ്, ഇത് ദീനിന്റെ ഭാഗമാണ്. പലരും ധരിച്ചിരിക്കുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, ദുആയാണ് എന്നാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ സഹോദരിമാരുടെ മുന്നിൽ പോയി ദുആ ചെയ്യാം, വീട് കൊള്ളയടിക്കപ്പെട്ടാൽ വീട്ടിൽ പോയി ദുആ ചെയ്യാം, മുഖ്യമന്ത്രി ചോദിക്കാൻ വന്നാൽ മുഖ്യമന്ത്രി കേൾക്കാതിരിക്കാൻ പറയുന്നവരെ വായടപ്പിക്കാം. ഇതാണോ ശരിക്കും ത്യാഗം എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോ നദാപുരത്തെ ആളുകൾ കലാപത്തിനിരയായി അവർ വിളിക്കുമ്പോൾ ആ ആളുകൾ മുഖ്യമന്ത്രിയോട് ആവലാതി പറയാൻ ശ്രമിക്കുമ്പോ ആവലാതി പറയരുത്, മുഖ്യമന്ത്രിക്ക് കോപം വരും എന്ന് പറയുന്ന, മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന മന്ത്രിമാർക്ക് എന്ത് സ്ഥാനമാണ് ഈ നാട്ടിൽ?